ബോബി ചെമ്മണ്ണൂർ ജയിൽ മോചിതനായി. ഇന്നലെ ഇറങ്ങാതിരുന്നത് സഹതടവുകാരെ സഹായിക്കാനെന്ന് ബോബി. 26 കേസുകൾ. അപ്പോൾ അവർക്കൊക്കെ ജാമ്യം കിട്ടിയിട്ട് 5000 10,000 ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നവരാണ്. അങ്ങനെ 26 പേര് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് നമുക്ക് പരിഹരിക്കാം, അതിനുള്ള ഒരു സമയത്തിന് വേണ്ടി ഒരു ദിവസം കൂടെ നിന്നു എന്നുള്ളൂ. ഇവിടെ കോടതി ലക്ഷ്യമല്ലല്ലോ, കടലാസ് ഇവിടെ കിട്ടിയത് നേരം വൈകി, ഇന്നാണ് കിട്ടിയതെന്ന് പറഞ്ഞത്. നടപടികൾ വേഗത്തിലാക്കിയത് ഹൈക്കോടതിയുടെ അസാധാരണ നീക്കത്തിന് പിന്നാലെ പ്രതിഭാഗം അഭിഭാഷകരോട് ഹാജരാവാൻ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ നിർദ്ദേശം. കൊണ്ടോട്ടിയിൽ ആത്മഹത്യ ചെയ്ത നവവധുവിന്റെ മൃതദേഹം ഖബറടക്കി. ഷഹാന മുംതാസ് ജീവനൊടുക്കിയത് നിറത്തിന്റെ പേരിൽ ഭർത്താവും കുടുംബവും അപമാനിച്ചതിനാലെന്ന് കുടുംബം. പോലീസ് കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കും. വിവാദ സമാധി സ്ഥലം പൊളിച്ചു പരിശോധിക്കുന്നതിനെതിരെ ഗോപൻ സ്വാമിയുടെ കുടുംബം കോടതിയിലേക്ക്. ഇന്ന് ഹൈക്കോടതിയെ സമീപിക്കും. വയനാടിനെ വിറപ്പിക്കുന്ന കടുവയെ കണ്ടെത്തി. കടുവ നിലയുറപ്പിച്ചിട്ടുള്ളത് ആടിക്കൊല്ലി വെള്ളക്കെട്ട് ഭാഗത്ത്. മയക്ക് വെടിവെക്കാൻ RT സംഘം. ഒരാഴ്ചക്കിടെ കടുവ ആക്രമണത്തിൽ ചത്തത് 5 വളർത്തുമൃഗങ്ങൾ. കാരണഭൂതന് ശേഷം കാവലാൾ. ചെങ്കനൽ കണക്കൊരാൾ ചെങ്കൊടിക്കരത്തിലേന്തി കേരളം നയിക്കയാ. വിവാദ തിരുവാതിരയ്ക്ക് പിന്നാലെ പിണറായിയെ പുകഴ്ത്തി സ്തുതിഗീതം. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ സെക്രട്ടേറിയറ്റിലെ വനിതാ ജീവനക്കാർ അവതരിപ്പിക്കും. പാട്ടെഴുതിയത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ.